പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 13ാം മത്സരത്തിനായി നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത്. നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ ഇല്ലാതെയായിരിക്കും ഇറങ്ങുക. മിഗായൽ സ്റ്റാറെ ക്ലബ്ബ് വിട്ടതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകനും അതുപോലെ തന്നെ റിസർവ് ടീമിന്റെ അസിസ്റ്റന്റ് പരിശീലകനുമായിരിക്കും നാളത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നിയന്ത്രിക്കാനായിട്ട് ഉണ്ടാവുക. ഇവർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച വിജയം തന്നെ നാളെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾക്ക് എന്തായാലും സാധ്യതകൾ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് 3 മാറ്റങ്ങളിലേക്ക് പോയേക്കാമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നമ്മൾ നിലവിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും സെൻറ്റർ ബാക്കുകളായി കളിക്കുക കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലുമായിരിക്കും. മിലോസിനും പ്രീതം കോട്ടാലിനും കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ നല്ലൊരു കോംബോ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോംബോ തന്നെ അടുത്ത മത്സരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച തന്നെ അവിടെ തുടരും. റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് സന്ദീപ് സിംഗിന് പകരം ചിലപ്പോൾ അവിടെ പ്രബീർ ദാസിനെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രബീർ ദാസ് ആദ്യ ലെവലിലേക്ക് വരുമോ എന്നത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. എന്നാൽ പ്രബീർ ദാസ് വന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നിലവിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ പ്രബീറിനെ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെയും മാറ്റങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. മധ്യനിരയിൽ പരിക്ക് മാറി വിപിൻ മോഹനൻ നാളത്തെ മത്സരത്തിൽ ആദ്യ ലെവലിലേക്ക് തിരിച്ചെത്തും. അതുപോലെ തന്നെ ഫ്രെഡിയും അവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക കോറു സിംഗും അതുപോലെ തന്നെ നോവ സദോയുമായിരിക്കും. കോറു സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല, ആദ്യ ലെവലിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ നാളെ അദ്ദേഹം ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ടോപ്പ് സ്കോററായ ജീസസ് ജിമെനസും ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോറു സിംഗ് അതുപോലെ തന്നെ വിപിൻ മോഹനൻ അതുപോലെ തന്നെ പ്രബീർ ദാസ് എന്നീ താരങ്ങളെ ആദ്യ ലെവലിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നാളെ മികച്ചൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോർ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പ്രവചിക്കാൻ സാധിക്കുമെന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.